സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി, ഇത്ര മതി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി 1/2 സ്പൂൺ, 1 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് നമുക്ക് ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചിട്ടുണ്ട്. ഞാൻ ചൂടാക്കണേ, ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ. ചിക്കൻ മസാലയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മ പൊടിക്കുന്ന മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മസാലയൊക്കെ ഇടുന്നെങ്കിൽ ഒരു നുള്ളൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു സവാള ചേർക്കുന്നുണ്ട്. ഇത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കൂടി ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ചതച്ചത് കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. വലിയ തക്കാളി ആണെങ്കിൽ ഇത്തിരി ചിക്കൻ അധികം ഉണ്ടെങ്കിൽ ഒരു തക്കാളി എടുക്കാം. ഞാനൊരു ഇത്തിരി ചിക്കൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് കാരണം പകുതി തക്കാളിയാണ് ഉപയോഗിച്ചു. ഇതാണ് ഞാൻ ഇത്രയും ചിക്കനേ ഉള്ളൂ, അപ്പോൾ ഞാനത് കാരണം അത് ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇത്രയും ചിക്കൻ അത് മതി, പകുതി തക്കാളി മതി. ഒരു കല്ലുപ്പ്, കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുക. നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രഷ് കറിവേപ്പില ഇട്ടാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. ചൂടാക്കി കഴിഞ്ഞിട്ട് വേണേ ഇതൊക്കെ മിക്സ് ചെയ്യാൻ. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഒഴിക്കി അതും കൂടി മിക്സ് ചെയ്യണം. തട്ടിപ്പൊത്തി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കി അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് നല്ല ചിക്കൻ നല്ല പെരണ്ട് നല്ല അടിപൊളി പെട്ടെന്ന് തട്ടിക്കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ഒരു നുള്ളു വെള്ളമൊക്കെ ഇട്ട് നമുക്ക് ഇത്രയേരം കഴിഞ്ഞിട്ട് ഓണാക്കാം കേട്ടോ. ഇത് ഇത്രയേരം ഒന്ന് ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടുക്കി പിടിക്കാതെ. അത് ചെയ്യും. ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ട്രൈ ചെയ്യാൻ ഇഷ്ടം, കാരണം പിന്നെ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. തുറന്ന് നോക്കിയപ്പോൾ ഇത്ര ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് എണ്ണയൊക്കെ മേലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എന്താണെന്നറിയാം. ഈ ഒരു ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, ഇതിലുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ, ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കൂടെ. കുരുമുളക് പൊടി ഞാൻ എപ്പോഴും എല്ലാത്തിലും ഇത്തിരി കൂടുതലിടും. മസാലകളൊന്നും